അറബിക്കടലിൽ കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട 24 പേരും സുരക്ഷിതർ. 21 പേരെ കോസ്റ്റ് ഗാർഡ് ഷിപ്പിലേക്ക് മാറ്റി. ക്യാപ്റ്റൻ അടക്കം 3 പേർ അപകടത്തിൽപ്പെട്ട കപ്പലിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട കപ്പൽ നിയന്ത്രിക്കുന്നത് ഈ 3 പേരുമാണ്. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല. സാഹചര്യം നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നിയന്ത്രണത്തിലുമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. നമുക്കൊപ്പം അലി അക്ബർ ഷായും റോഷിപ്പാലുമുണ്ട്. ആദ്യം നമുക്ക് അലി അക്ബർ ഷായിലേക്കൊന്ന് പോകാം. ഇതാണ് ചരിയുന്ന കപ്പലിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ചെരിഞ്ഞത്. വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്ന MSC എന്ന മറൈൻ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ലൈബീരിയൻ പതാക ഏന്തിയ കപ്പലാണ്, ഫീഡർ കപ്പലാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത്. ആ കപ്പലിൽ ഏകദേശം 400ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ആ കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീണു. അതിൽ ചില കാർഗോകളെ ഒരുപക്ഷെ മറൈൻ ഫ്യൂവൽ, ഗ്യാസ് ഫ്യൂവൽ ആയിരിക്കാം എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും ഉള്ളത്. പൂർണ്ണമായിട്ടും കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും നിയന്ത്രണത്തിൽ തന്നെയാണ്. 3 പേർ മാത്രമാണ് ഇപ്പോഴും കപ്പലിൽ തുടരുന്നത്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ അതേസമയം ലൈബീരിയൻ കപ്പൽ അപകടത്തിൽപ്പെട്ട് പുറത്തു വന്ന ഈ കണ്ടെയ്നറുകളും ഈ പാക്കറ്റുകളും കാർഗോകളും കണ്ടാൽ അവ തുടരുതെന്നും അവയുടെ അടുത്തേക്ക് പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അലി അക്ബർ ഷാ നൽകും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. അലി അക്ബർ ഷാ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കപ്പൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നിയന്ത്രണത്തിലാണ്. കപ്പൽ പൂർണ്ണമായിട്ടും മുങ്ങിയിട്ടില്ല. കപ്പലിൽ ഇപ്പോൾ 3 പേർ കൂടിയുണ്ട്. അവരെയും അല്പസമയത്തിനുള്ളിൽ കോസ്റ്റ് ഗാർഡിന്റെയോ നേവിയുടെ കപ്പലിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അലി അക്ബർ ഷാ? അരുൺകുമാർ, ഏറ്റവും ആശ്വാസകരമായ കാര്യം എല്ലാ ജീവനക്കാരെയും ഈ കപ്പലിൽ നിന്നും സുരക്ഷിതരാക്കാൻ കോസ്റ്റ് ഗാർഡിനും നേവിക്കും സാധിച്ചു എന്നുള്ളതാണ്. ഈ അപകടത്തിന്റെ വിവരം പുറത്തു വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1:25 കൂടിയാണ്. 24 ജീവനക്കാരാണ് ഈ കപ്പലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. 400ഓളം കണ്ടെയ്നറുകളും ഏന്തി വന്ന കപ്പലാണ് ഈ പറഞ്ഞതുപോലെ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഈ അപകടത്തിൽപ്പെടുന്നത്. കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. ഇതായിരിക്കാം അപകടത്തിന്റെ കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നും തന്നെ വരേണ്ടതുണ്ട്. അപകടം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഇതിൽ 9 ജീവനക്കാർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് കടലിലേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടായി. ഈ 9 പേരെ പിന്നീട് മറ്റൊരു മർച്ചന്റ് ഷിപ്പാണ് രക്ഷപ്പെടുത്തുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള രക്ഷാദൗത്യം ദ്രുതഗതിയിൽ ആരംഭിക്കാൻ നേവിക്കും കോസ്റ്റ് ഗാർഡിനും സാധിച്ചു എന്നുള്ളതാണ്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സംയുക്തമായുള്ള ഈ രക്ഷാദൗത്യത്തിൽ ബാക്കിയുള്ള ആളുകളെ കൂടി ഉടൻ തന്നെ രക്ഷിച്ച് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിലേക്ക് മാറ്റാൻ സാധിച്ചു. അങ്ങനെ 21 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന വാർത്ത വൈകിട്ടോടുകൂടി പുറത്തു വരുന്നു. 21 പേർ മറ്റൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ കോസ്റ്റ് ഗാർഡ് ഷിപ്പിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. മറ്റ് പ്രശ്നങ്ങളില്ല എന്ന വിവരം പുറത്തു വരുന്നു. അപ്പോൾ 3 പേരെ സംബന്ധിച്ചുള്ള ആശങ്കയായിരുന്നു എല്ലാം നിറഞ്ഞു നിന്നിരുന്നത്. പക്ഷേ പിന്നീടാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം വരുന്നത്. ഈ 3 പേരെ ഈ അപകടം സംഭവിച്ച ഷിപ്പിൽ തന്നെ തുടരാനാണ് ഈ കോസ്റ്റ് ഗാർഡ് തീരുമാനമെടുത്തത്. കാരണം 400ഓളം വരുന്ന ഈ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്ന ഷിപ്പിൽ നിന്നും 8ഓളം കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണത്. ബാക്കി കണ്ടെയ്നറുകൾ ഈ ഷിപ്പിൽ തന്നെ തുടരുകയാണ്. സ്വാഭാവികമായും ഈ ഷിപ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ അത് മറ്റൊരു വലിയ അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റഷ്യൻ സ്വദേശിയായിട്ടുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 ജീവനക്കാർ, ക്യാപ്റ്റൻ, അതുപോലെ ഒരു എഞ്ചിനീയർ, മറ്റൊരു ജീവനക്കാരൻ, ഇങ്ങനെ 3 പേർ ഈ അപകടം സംഭവിച്ച കപ്പലിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയാണ് ഈ കപ്പലിൽ തന്നെ തുടരുന്നത്. ഇവരുടെയും ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണ്. മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന വിവരം കൂടി കോസ്റ്റ് ഗാർഡ് പങ്കുവച്ചു. അതായത് 24 പേരും പൂർണ്ണമായും ആരോഗ്യവാന്മാരാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന വിവരമാണ് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശം, ഈ സാഹചര്യം പൂർണ്ണമായും കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നിയന്ത്രണത്തിൽ തന്നെയാണ്. മറ്റ് അപകടങ്ങൾ ഈ ഘട്ടത്തിലില്ല. ഈ അപകടത്തിൽപ്പെട്ട ഷിപ്പ് ഇനി മറ്റേതെങ്കിലും ഷിപ്പിലിടിച്ച് അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിലവിൽ അതിലുള്ള കണ്ടെയ്നറുകൾ വീണ്ടും കടലിലേക്ക് വീണ് ആ നിലയിലൊരു അപകടം ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യത പരിഗണിച്ചാണ് ഈ 3 പേരെ ഇപ്പോൾ ഈ ഷിപ്പിൽ തന്നെ തുടരാനുള്ള തീരുമാനത്തിലേക്ക് കോസ്റ്റ് ഗാർഡ് എത്തിയിരിക്കുന്നത്. മറ്റ് ഈ കണ്ടെയ്നർ നീക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഈ ഷിപ്പ് എന്ത് ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിശദീകരണം നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ജീവനക്കാരിൽ ആർക്കും മറ്റെന്തെങ്കിലും നിലയിലുള്ള അപായങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത നിലയിൽ സുരക്ഷിതരാക്കാൻ വേണ്ടി സാധിച്ചു നേവിക്കും കോസ്റ്റ് ഗാർഡിനും എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ വ്യോമമാർഗത്തിൽ ഈ ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങളെല്ലാം ഈ കപ്പലിലേക്ക് എത്തിക്കുക എന്ന നടപടിയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. പിന്നീടാണ് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഷിപ്പുകൾ, 3 ഷിപ്പുകളും അതുപോലെ ഒരു എയർക്രാഫ്റ്റും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങളിലേക്ക് കടക്കുകയും അത് പൂർണ്ണമായും വിജയമായി എന്ന ആശ്വാസകരമായ വാർത്ത പുറത്തു വരികയും ചെയ്തത്. എന്തായാലും നേവിക്കും കോസ്റ്റ് ഗാർഡിനും വളരെ വിജയകരമായി തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയുള്ളൊരു ആശങ്ക ഈ കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിലുള്ള കണ്ടന്റ് എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകളോട് വിശദമായി തന്നെ 2 സേനയും ഈ കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പേടിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് ഇതിനുള്ള കണ്ടന്റ് എന്ന് പറയാൻ അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല. അവരെല്ലാവരും വലിയ പേടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഘട്ടത്തിലും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റൽ ഷിപ്പിൽ ഉപയോഗിക്കുന്ന
ഫ്യുവലാണോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം കേരള തീരപ്രദേശങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും നിലയിൽ സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടെയ്നറുകളോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കാണുകയാണെങ്കിൽ അതിന്റെ പരിസരത്തേക്ക് പോകരുത്, അതിൽ സ്പർശിക്കരുത്. 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് കൃത്യമായ ഇൻഫർമേഷൻ ദ്രുതഗതിയിൽ നൽകുക എന്നതാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ ഓയിൽ കണ്ടന്റ് ഏതെങ്കിലും ഭാഗങ്ങളിൽ തീരപ്രദേശങ്ങളിൽ കാണുകയാണെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് പോകരുത്. കുട്ടികളെല്ലാം സാധാരണഗതിയിൽ തീരപ്രദേശങ്ങളിലൊക്കെ ഓടി നടക്കുന്നതാണ് രാവിലെയൊക്കെ. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശം കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ബാക്കി നടപടികൾ എന്ത് ചെയ്യണം, ഈ കണ്ടെയ്നറുകൾ ഏത് നിലയിൽ നീക്കം ചെയ്യണം, ഈ ഷിപ്പ് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത നാളെ മാത്രമേ വരികയുള്ളൂ. കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം സംഭവിച്ച ഷിപ്പ് പൂർണ്ണമായും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നിയന്ത്രണത്തിൽ തന്നെ ഈ രാത്രിയും തുടരും.